അമേരിക്കനുമായി മകന് പെണ്ണിനെ കണ്ടുപിടിക്കാൻ കേരളത്തിലെത്തിയിരിക്കുന്നു. മധുവിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിലും ഇന്റർനെറ്റിലും പരസ്യം കൊടുത്ത് വീട്ടിൽ കാത്തിരിക്കുകയാണ്. എടാ മോനെ, നീ റെഡിയായോ? താല്പര്യമുള്ള പെൺകുട്ടികൾ ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. നീ മേക്കപ്പ് ഒന്നും കുറയ്ക്കണ്ട. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കേരളത്തിൽ സാധാരണ ആണുങ്ങൾ പെണ്ണുങ്ങളെ എന്നെ പോയി കാണുന്നത്, ഇതെന്താ പെണ്ണുങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്? അതൊക്കെ പണ്ടടാ. നമ്മൾ ഇന്ന് അമേരിക്കയിൽ നിന്നും വന്ന സ്ഥിതിക്ക് അവൻ നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണട്ടടാ. ഇത്രയും നേരമായിട്ട് ആരും കാണുന്നില്ലല്ലോ. ഇന്നിവിടെ എന്റെ മകനെ കാണാൻ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ആൾക്കാരും വരുന്ന ദിവസമാണ്. ഞാൻ എന്റെ പെങ്ങളെ കൊണ്ടാ വന്നിരിക്കുന്നത്. ഈ ചെറുക്കനെ കൊണ്ട് തന്നെ അവളെ കെട്ടിക്കണം. ഒരു സംസ്കാരമില്ലാത്ത കുടിയന്റെ പെങ്ങളെയും കൊണ്ട് എന്റെ മകനെ കെട്ടിക്കാനോ? ആര് കുടിച്ചു? എവിടെ കുടിച്ചു? എപ്പോ കുടിച്ചു? നിന്റെ കയ്യിലിരിക്കുന്ന ബോട്ടിൽ പിന്നെന്തുവാ? അതോ, ഞാൻ വരുന്ന വഴി ഒരു വയറുവേദന. അപ്പൊ ഇടയ്ക്ക് കയറി ഞാൻ കുറച്ച് ബാർലെ വെള്ളം ഇനി വാങ്ങിച്ചു. അതാ കയ്യിലിരിക്കുന്നു. അത് ബാർലെ വെള്ളമാണെന്ന് എനിക്കറിയാം. നാറിട്ടിവിടെ നിക്കണ്ട. നാറുന്നത് ഞാൻ പറയാൻ എന്തോന്ന്, അമേരിക്കയില് വെള്ളമില്ലല്ലോ, പേപ്പറല്ല പേപ്പർ, അതാ നാറുന്നത്. അതൊക്കെ പോട്ടെ, നീ കുടിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഈ വരച്ച വരയെ കൂടി നീ ഒന്ന് നേരെ നടന്നേ. ഈ വര ഒരു വരയെ കൂടെ നടക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ അതിന് 3-4 വരയുണ്ടല്ലോ. ഞാൻ എല്ലാം ഓരേ കൂടെ ഒന്നങ്ങ് നടന്നതാ. നിന്റെ പെങ്ങൾക്ക് എന്റെ മകനെ തരുന്ന പ്രശ്നമില്ല. എന്നാ എനിക്ക് ഒന്ന് കാണുന്നല്ലോ ആരെ കൊണ്ട് നിങ്ങൾ കെട്ടിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്ന ഒരു പ്രശ്നമില്ല. അയ്യോ, ഇതാരാ വരുന്നത്? എന്റെ അടി, നീ എന്നാ ദുബായിൽ നിന്നും വന്നത്? എന്റെ അടി, നീ വന്നെന്നറിഞ്ഞുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് വരുന്ന വഴിയാ. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ എനിക്ക് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നത്? നിനക്കൊരു റോബോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ചായക്കടക്കൻ റോബോട്ടോ? ഇവൾ അമേരിക്കയിൽ പോയിട്ട് ഇവക്ക് വിവരം വെച്ചിട്ടില്ല. എടി, റോബോട്ട് എന്ന് പറഞ്ഞാൽ യന്ത്ര മനുഷ്യൻ. ഞാൻ അതിനെയാ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാ നീ ആ റോബോട്ടിനെ ഒന്ന് കാണിച്ചേടി. റോബോട്ട്, കം ഹിയർ. എടി, ഈ റോബോട്ട് ആര് കള്ളം പറഞ്ഞാലും അപ്പോൾ ബീപ്പ് ചെയ്യും. ഈ ശശിയെ നോക്ക്, കുടിച്ചില്ലെങ്കിലും നീ അവിടെ മിണ്ടാതെ നിൽക്ക. എടി, ഇതിന് വലിയ വിലയായി കാണുമല്ലോ. അതേടി, ഞാൻ 5 ലക്ഷം രൂപ കൊടുത്തു. സേവ് മേടിച്ചതുകൊണ്ട് ഞാൻ ഇതിന് 1 ലക്ഷം രൂപയെ കൊടുത്തു. കൊണ്ട് ഞാൻ തോന്നി. എടി, ഇതിന്റെ ഡിസ്കൗണ്ടും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ 50,000 രൂപയെ കൊടുത്തുള്ളൂ. ഇതിനെ ഞാൻ തന്നെ കൊണ്ടുവന്നല്ലോ എൻ്റെ അള്ളാ. എടി, ഞാൻ സത്യം പറയാം, നീ ആരോടും പറയരുത്. ഇതിനെ ഞാൻ ഷെയ്ഖിന്റെ വീട്ടിൽ നിന്നും അടിച്ചു മാറ്റിയതാണ്. നീ അവനെ വിടും. നിനക്ക് ദുബായിൽ എന്തുവാ ജോലി? ഞാൻ ഷെയ്ഖിന്റെ HR മാനേജറാടി. എന്തോന്ന്? ബാങ്ക് മാനേജർ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്തോ HR മാനേജറോ? എടോ മനുഷ്യ, HR മാനേജർ എന്നല്ല ഞാൻ പറഞ്ഞത്, HR മാനേജർ എന്നാണ്. ഞാൻ ഷെയ്ഖിന്റെ വീട്ടിലെ മാനേജറാണ്. എന്തോന്ന്? ഷെയ്ഖിന്റെ ഒട്ടകത്തിന്റെ ചാണകന്മാരിലാണ് എന്റെ പണി. എടി, നീ സത്യം പറ, നിനക്ക് അവിടെ എന്താ പണി? എടി, എനിക്ക് അവിടെ ഷെയ്ഖിന്റെ ചാണകന്മാരിലാണ് പണി. അത് ശരി, അവിടെ കക്കൂസ് കഴുകുള്ള പണി അല്ലേ? തോട്ടി. ഞാൻ പോവാ, ഞാനിവിടെ നിന്നാ ശരിയാകത്തില്ല.
ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടുവന്നതാണ്. ഇതാണോ ചെറുക്കൻ? മോളെ ഇതാണ് ചെറുക്കൻ, പേര് ക്ലീറ്റസ്. ഇതാണോ പെണ്ണ്? പരിഷ്കാരിയാ പരിഷ്കാരി. മോളെ അവനെ നീ മൈൻഡ് ചെയ്യണ്ട. മോളുടെ പേരെന്തുവാ? എന്റെ പേര് കുപ്പി. കണ്ടോ കണ്ടോ കണ്ടോ, പെണ്ണിനും വേണ്ടിയത് കുപ്പിയാ. ഇതാ മോളെ കുപ്പി. പേരാ കുപ്പി. കുപ്പിയോ? ആ, എന്റെ പേര് കുമാരി പിള്ള എന്നാണ്. കുമാരിയുടെ കൂയും പിള്ളയുടെ പിയും കൂടെ ചേർന്ന് ഞാൻ കുപ്പി എന്നാണ്. അത് ശരി, ഭാഗ്യം. അശ്വതി പിള്ള എന്നായിരുന്നെങ്കിൽ അപ്പീന്ന് വിളിക്കേണ്ടി വന്നേനെ. എടോ, പോട്ടെ മോളെ, ഇവരൊരു കുടിയനാ. മോള് കുടിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ആര് കള്ളം പറഞ്ഞാലും നമ്മുടെ ഈ റോബോട്ട് ബി പഠിക്കും. അപ്പൊ നീ കള്ളം പറയുവാണല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എപ്പോഴെങ്കിലും സിഗരറ്റ് വലിക്കുമ്പോൾ അതും കുടിക്കും. അപ്പൊ വലിക്കുകയും ചെയ്യും. അയ്യോ, അങ്ങനല്ല പറഞ്ഞത്. ബോയ്സിന്റെ കൂടെ ക്ലബിൽ പോകുമ്പോൾ മാത്രം വലിക്കുകയും കുടിക്കുകയും ചെയ്യും. അപ്പൊ ഡ്രിങ്കിങ്ങും വലിക്കിങ്ങും ക്ലബിങ്ങും എല്ലാം ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ഞാൻ എന്തോ ഡീസന്റാ. ഒരു പരിഷ്കാരി വന്നിരിക്കുന്നു, പരിഷ്കാരി. എന്നാൽ ഞാൻ സത്യം പറയാം, ഉറങ്ങുന്നതിന് മുമ്പ് ഒരൽപ്പം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. ഇറങ്ങി പോടി. നിന്നെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ ആർക്ക് വേണം നിങ്ങളുടെ മോനെ? മമ്മി കുപ്പി മാപ്പി ആണ്ടുവൻ അടുത്താണ്. ഇവിടെ അമേരിക്കയിൽ നിന്ന് വന്ന ചെറുക്കന് പെണ്ണിനെ ആവശ്യമുണ്ടെന്നൊരു അഡ്വർടൈസ്മെന്റ് കണ്ടു വന്നതാ. ഇതാണോ ചെറുക്കൻ? എന്തോന്ന് ഓട്ടോറിക്ഷ കണ്ടിട്ട് കയറി വന്നോ? ആ മോളെ പേരെന്താ? എന്റെ പേര് ശീല. എന്തോന്ന് കഴിച്ചിട്ടില്ലെന്നോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. മോളെ ഇവരെ നീ മൈൻഡ് ചെയ്യണ്ട. നീ കുടിക്കുകയോ വലിക്കുകയോ വല്ലതും ചെയ്യുമോ? ഞാൻ കുടിക്കത്തില്ല, വലിക്കത്തില്ല. അപ്പൊ ഡീസന്റ് ആണ്, ഡീസന്റ്. മോളെ ആര് കള്ളം പറഞ്ഞാലും ഈ റോബോട്ട് ബി പഠിക്കും. അതായി കുടിയൻ ചെക്ക് ചെയ്യുന്നത്. എടാ കുടിയ, ഈ പെണ്ണ് ഡീസന്റാ, നിന്നെ പോലെ അല്ല. മോളെ മോൾക്ക് ബോയ് ഫ്രണ്ടോ മറ്റോ വല്ലതും ഉണ്ടോ? ഇതെന്തുവാ എണ്ണത്? ഒന്ന് രണ്ട് രണ്ട് ബോയ് ഫ്രണ്ട് അമ്മച്ചി, രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ട്. അയ്യോ അല്ല, 2 വർഷത്തിന് മുമ്പ് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ബോയ് ഫ്രണ്ടേ ഇല്ല. എന്നാ സത്യം പറയാം, എനിക്ക് 2 ഭർത്താവും 1 കുട്ടിയുണ്ട്. അയ്യോ അല്ലല്ല, 1 ഭർത്താവും 2 കുട്ടികളും. ഞാൻ വേണമെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം. പൊന്നു പോലെ വളർത്തിയ എന്റെ മോനെ നിന്നെ കൊണ്ട് കെട്ടിക്കാനോ? ചവിട്ടി കൂട്ടി ഇപ്പൊ ഞാൻ നിന്നെ പുറത്താക്കും. Get out house. ഓ, നിങ്ങളുടെ ചെറുക്കൻ ഇപ്പൊ പെണ്ണിനെ കിട്ടും. മമ്മി സുശീല പോയി. നീ അവിടെ നിന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? പെണ്ണുങ്ങളെ കാണുമ്പോ അവന്റെ ഒരു ഇളക്കം. ഒരു സുശീല വന്നിരിക്കുന്നു. ഈ സുശീലന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ നമ്മൾ എന്താ എടുക്കും? ആണ്ട് കാലം പോയ പോക്ക്. ആണ്ട് വരുന്ന അടുത്താണ്. ഈ പെണ്ണിനെ കണ്ടിട്ട് ശരിയല്ലെന്നാണല്ലോ തോന്നുന്നത്. കണ്ടോടാ, ഈ പെണ്ണ് ശരിയാ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യണമല്ലോ. ഈ പെണ്ണ് കുടിക്കത്തില്ല, ഈ പെണ്ണ് വലിക്കത്തില്ല. ഇതെന്താ ബി പഠിക്കാത്ത? ഈ പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് ഇല്ല, കെട്ടിട്ടുമില്ല. അമ്മച്ചി ഈ റോബോട്ടിന്റെ ബാറ്ററി തീർന്ന കേട്ടോ. ബി പഠിക്കുന്നില്ല. എടാ എന്താ നീ ഒരു കള്ളം പറഞ്ഞു നോക്കിക്കേ. ഓക്കെ, എന്നാ ശരി. ഞാൻ കുടിച്ചിട്ടും ഇല്ല, ഞാൻ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഛർദ്ദിച്ചിട്ടും ഇല്ല. നീ പോടാ കുടിയ, നമുക്ക് ഈ പെണ്ണിനെ മതി. മോനെ, ഈ പെണ്ണിനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോയി നിനക്ക് വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചേ. ഞാൻ ഇവനെ ഒന്ന് ശരിയാക്കട്ടെ. കുടിയ ഇറങ്ങിപ്പോ, എനിക്ക് പെണ്ണിനെ കിട്ടി. നിന്റെ പെണ്ണിനെ എനിക്ക് വേണ്ട. എന്നാ ഞാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം.
ഈ നിങ്ങൾ ഉള്ളിൽ കൊണ്ടുപോയ പെണ്ണ് എന്റെ പെങ്ങളെ അല്ല. നിക്കടാ. അയ്യോ, ഇത് അവന്റെ അനുജത്തിയായിരുന്നു. ദൈവമേ. ആ, ഇനി പോട്ടെ. അവന്റെ പെങ്ങളെങ്കിൽ അവന്റെ പെങ്ങള്. ആ, എന്തായാലും എന്റെ മോന് പറ്റിയൊരു പെണ്ണ. ஒரு முறை வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா அவதானி ரவமத்து Joby Varghese and directed by Shiny Philip and Joby Varghese. Thank you. Hope you all enjoyed this skit.